IFFK അതിൻ്റെ 30ാം എഡിഷൻ 3ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യ 2 ദിവസത്തിലെ ആവേശം ഒട്ടും ചോരാതെ തന്നെ ഇന്നും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കൂടുതലാണെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇത്തവണത്തെ IFFK എങ്ങനെയാണ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് നമുക്ക് ചോദിച്ചറിയാം. ഹായ്, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം. എത്ര ദിവസം? ഇതിപ്പോൾ 3ാം ദിവസമാണ്. നിങ്ങൾ സിനിമകൾ കണ്ടോ? ഏത് സിനിമ കണ്ടേ? ഡോണ്ടൽ മദർ കണ്ടു, നോ അതർ ചോയ്സ് കണ്ടു, ഹിസ്റ്ററി ഓഫ് സൗണ്ട് കണ്ടു, അപ്പോൾ ഒരുപാട് സിനിമകൾ കണ്ടു. ഇതിൽ ഏറ്റവും ഇഷ്ടമായത് ഏതാ? ഡോണ്ടൽ മദർ ഇഷ്ടായി. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം? അതൊരു കുട്ടിയുടെ ലൈക്ക് ഒരു കഥ, ലൈക്ക് നല്ല നൊസ്റ്റാൾജിക് ആയിരുന്നു. പിന്നെ നല്ല നല്ല ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പം നല്ല സന്തോഷം. അത് കണ്ട തുടങ്ങിയത്. അപ്പം നിങ്ങൾ ഇനി വിഷ് ലിസ്റ്റിലുള്ള മൂവി ഏതാ? ഏതെങ്കിലും ഒരു സിനിമ കാണണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം? നമ്മൾ കുറെ കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ഈ റിസർവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം 3 മണിക്ക് ഷാഡോ ബോക്സ് ഉണ്ട് തിരുവനന്തപുരം, അപ്പം അത് കാണണമെന്ന് പറഞ്ഞിരിക്കണം. എങ്ങനെയാണ് IFFK മൊത്തത്തിലൊന്ന് സിമ്പിളായിട്ട് പറയാൻ പറഞ്ഞെങ്കിൽ? വേറെ തന്നെ എക്സ്പീരിയൻസ്. ഫസ്റ്റ് ടൈമാ. അപ്പോൾ ഇതുവരായിട്ട് എനിക്ക് ഇഷ്ടമായി, നല്ല ഇഷ്ടമായി. ഒരു ദിവസം 4 സിനിമയൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇവരുടെ തീരുന്നവരെ ഇവിടെ ഉണ്ടോ? എങ്ങനെയാ? അല്ല, ക്ലാസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടത്തേക്ക് വരാം. നൈസാണ്, അടിപൊളിയാണ്. ഇതിപ്പം എത്രാമത്തെ പ്രാവശ്യമാണ് വരുന്നത്? ഇതിപ്പോൾ എൻ്റെ 10th ആണ്. ഓക്കെ. അപ്പം ഈ 10 വർഷത്തെ 10 പ്രാവശ്യത്തെ IFFK അറ്റൻഡ് ചെയ്തു. ഇതിൽ ഏറ്റവും വ്യത്യസ്തമായിട്ട് ഇത്തവണത്തേൽ എന്താ ഉള്ളത്? പുതിയ ആൾക്കാരാണ്, അതാണ് മെയിനായിട്ടും. കാരണം കഴിഞ്ഞ വർഷമുള്ള ആൾക്കാരല്ല ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. എല്ലാവരും പുതിയ ആൾക്കാരാണ്. കൂടുതൽ ആൾക്കാരും അറിഞ്ഞാണ് വരുന്നത്. ഈവൻ പുറത്തുനിന്നൊക്കെ ആൾക്കാർ ഇതിനു വേണ്ടിയൊക്കെ വരണുണ്ട്. ഇപ്പോൾ വോട്ടിടാനൊക്കെ ആൾക്കാർ പുറത്തുനിന്ന് വരുമ്പോൾ IFFK വേണ്ടി പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരണുണ്ട്. അപ്പോൾ ഇത് കൈൻഡ് ഓഫ് ഫീലിങ്സ് ഡിഫറെൻ്റ് ആണ്. ഞാൻ ആക്ച്വലി ഇന്നലെയാണ് എൻ്റർ ചെയ്തത്. ഇന്നലെ ഞാൻ കണ്ട 2 മൂവിയുണ്ട്. ഒരു ബ്ലാക്ക് ടീ മൂവി ഉണ്ട്, പിന്നെ ബിഫോർ ദ ബോഡി. 2 മൂവി എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവിയായിരുന്നു. ബിഫോർ ദ ബോഡി ഇഷ്ടപ്പെട്ടു. അതൊരു ഈവിൾ ടൈപ്പ് മൂവിയായിരുന്നു, ഡിഫറെൻ്റ് ആണ്. നോർമലി നമുക്ക് കാണാൻ പറ്റാത്ത കുറച്ച് മൂവീസാണ് IFFKയിൽ പ്ലേ ചെയ്യണം. നമുക്ക് യൂട്യൂബിലൊന്നും അത് കാണാൻ പറ്റില്ല. അപ്പോൾ മെയിനായിട്ട് അങ്ങനെയുള്ള മൂവീസ് ഞാൻ ഫോക്കസ് ചെയ്ത് കാണാനാണ് വരാറ്. ഇന്നിപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പടം കാണാൻ വേണ്ടി പോയായിരുന്നു. ഒമാഹ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷെ അതിനെനിക്ക് കയറാൻ പറ്റിയില്ല, അത്ര തിരക്കായിരുന്നു. പുറത്തൊക്കെ ഫുൾ ഇതായിപ്പോയി. അപ്പോൾ അത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇനി അടുത്ത മൂവിക്ക് വേണ്ടി ഏരീസ് ഫ്ലെക്സിലോട്ട് പോകുന്നുണ്ട്. ഒരുപാട് ക്രൗഡ് കൂടുതലാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ IFFK കാണാൻ വരുന്നുണ്ട്. പിന്നെ കൺസേർവരെ നേരത്തെ ടാഗോറിലായിരുന്നു, ഇപ്പോൾ അതിപ്പം മാനവേദത്തിൽ നടത്തി. ഇവിടെ വേണ്ടി ക്രൗഡൊക്കെ കുറഞ്ഞു. പക്ഷേ എന്തായിരുന്നാലും വൈകിട്ടത്തെ ഒരു വൈബ് കിട്ടണമെങ്കിൽ ഇവിടെ ഒരു പ്രോഗ്രാമാണ്. സിനിമകൾ കണ്ടോ? എന്താ സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കുറേ കുട്ടികളെ അബാൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതായത് കുട്ടികളെ കൊണ്ടുപോയി അഡോപ്റ്റ്, അതിൻ്റെ ഒരു ഇതാണ്, മെസ്സേജാണോ അയാൾ. ഇനി നിങ്ങളുടെ വിഷ് ലിസ്റ്റിൽ ഇന്ന മൂവി കാണണം, അങ്ങനെ ഏതെങ്കിലും മൂവി പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു വെറൈറ്റി തീമാണ്. എന്താ മരണവും ഒരു ഭയങ്കര വ്യത്യസ്തമായ രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് കേട്ടു. അപ്പോൾ അത് കാണണം. മൊത്തത്തിൽ IFFK എന്ന് പറയുമ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? കുറേ പുതിയ അനുഭവങ്ങൾ, കുറേ പുതിയ രാജ്യങ്ങളിലെ സിനിമകൾ, നമ്മളിതുവരെ കാണാത്ത ഫ്രെയിംസ്, അങ്ങനെ കുറേ ഭയങ്കര പുതുമ നിറഞ്ഞൊരു സംഭവമാണ്. എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഇതിപ്പം നിങ്ങളുടെ എത്രാമത്തെ IFFK? നമ്മൾ ഇത് നാലാമത്തെ. പാലസ്റ്റീൻ്റെ ഇനാഗുറൽ അത് നല്ല പടമായിരുന്നു. അത് നല്ല പടമായിരുന്നു. നമ്മൾ പിന്നെ അടുത്തൊക്കെ ആയതുകൊണ്ടും പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല, കാണാമെന്നുള്ളത് വെച്ചുകൊണ്ടാണ് വരുന്നത്. അല്ലാതെ ഇഷ്ടമാണ്, നല്ല സിനിമ കാണാൻ ഇഷ്ടമാണ്. സൊസൈറ്റിക്ക് ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം കിട്ടുന്ന രീതിയിലുള്ള ഫിലിം മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. അല്ലാതെ ഉള്ളതിനകത്തൊന്നും ഒരു താല്പര്യവുമില്ല. സിനിമ എന്ന് പറയുന്നതിൻ്റെ പൊട്ടൻഷ്യൽ വളരെ പിന്നെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന, അതാണ് ഈ ഫെസ്റ്റിവലിന് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ തിയേറ്ററിൽ പോയി കാണാമല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അല്ലാത്ത സിനിമ ഇവിടെ ഒന്ന് കാണേണ്ട യാതൊരു കാര്യവുമില്ല. അതാണ് സാധാരണ സിനിമ. ഇപ്പോൾ അത് വളരെ ഒരുപാട് സാങ്കേതികമായിട്ട് വളരെ ഉയർന്നതായിരിക്കും, പക്ഷെ അതിനകത്തൊന്നും കാണില്ല. കണ്ടന്റ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. അത് നമ്മളെ പിറകോട്ട് കൊണ്ടുപോകും. ഇപ്പം നമ്മളൊരു ഇൻസ്പയർഡ് ആയിട്ട് സിനിമ കാണാൻ വരുമ്പോൾ ഇതുപോലുള്ള സിനിമ കണ്ടാൽ വീണ്ടും നമ്മൾ പിറകോട്ടായി. ഞാൻ കണ്ടതിൽ പിന്നെ ആദ്യം കണ്ട സിനിമ നല്ല സിനിമയായിരുന്നു. അതിൻ്റെ പേര് ബീഫ്.
ബീഫ് ഞാൻ അത് നല്ല സിനിമ. അതിൽ ഒരുപാട് കാര്യമുണ്ട്. അതിൽ പിന്നെ ഫോട്ടോഗ്രാഫി ആയിരുന്നാലും ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രീതി ആയിരുന്നാലും എഡിറ്റിങ് എല്ലാം നമുക്ക് ഉടനെ തന്നെ അത് മനസ്സിലാവും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പപ്പുവ ന്യൂ ഗിനിയയിലെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, എന്താണ് അതിൻ്റെ പേരെന്തായിരുന്നു സാർ? പപ്പുവ ന്യൂ ഗിനിയ, ബാപ്പ. പാപ്പ എക്സലന്റ് പടമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. മുന്നേ വന്നിട്ടുണ്ടോ? മുന്നേ വന്നിട്ടുണ്ട്. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ മുന്നേ തയ്യും ഇത്തവണ തയ്യും? ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇന്ന് അവർക്കൊപ്പം ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇന്ന് പാസ് വാങ്ങിച്ചാണ് കൊടുത്ത് 2 ദിവസം. ഇന്നാ വരാൻ പറ്റില്ല, അതുകൊണ്ട് ഫിലിമൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ വന്നിരിക്കുകയായിരുന്നു. പാലസ്തീൻ സിനിമകളൊക്കെ വേറെ ഉണ്ടെന്ന് പറയുന്നത് കണ്ടോ? ഇല്ല, കാണാൻ പറ്റില്ല. അത് മിസ്സായിപ്പോയി. എങ്ങനെയാണ് മൊത്തത്തിൽ ലൈഫിന്റെ വൈബ് എങ്ങനെയാണ്? നല്ല വൈബാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ. നമുക്ക് ശരിക്കും സിനിമ കാണുന്നതിനേക്കാളും ഇവിടെ വന്ന് എല്ലാവരുമായിട്ടും കണ്ട് സംസാരിച്ച് ഇങ്ങനെ നല്ല ജോൾഫുള്ളായിട്ട് നടക്കുന്നതാണ് ഇഷ്ടം. ഇന്നലെയൊക്കെ വലിയ വൈബായിട്ട് തോന്നിയില്ല, പക്ഷെ ഇന്ന് മുതൽ തോന്നുന്നു. ഇന്നലെയൊക്കെ അത്ര ഇതില്ലായിരുന്നു. ഇന്ന് സൺഡേ കൂടിയാണല്ലോ. ഒരുപാട് പേരെ പരിചയം. ആദ്യം നമുക്ക് തോന്നി എന്തുകൊണ്ടാണ് ഇത്ര നിശബ്ദമായിട്ട് ഇങ്ങനെ നിൽക്കുന്നേ തോന്നി. ഇന്ന് കുറച്ചുകൂടെ ഭേദമായിട്ട് ഓളത്തിലേക്ക് വന്നു. ഓളത്തിലോട്ട് വന്നിട്ടുണ്ട്. വൈബൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെ ഓരോ സ്ക്രീൻ ടു സ്ക്രീന് നമ്മൾ മോർണിംഗ് ടൈം മൊത്തം സിനിമാസ് കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഒരു 5 സിനിമ കണ്ടു. ഇന്നിങ്ങനെ വെറുതെ നടക്കണമെന്നില്ല, സിനിമ ഇങ്ങനെ കണ്ടിട്ട് തന്നെയാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാൻ ഇതൊരു വേറെ രസമുണ്ട്. രസമുണ്ട്. ഈ ഇതുവരെ കണ്ട സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? ഫയർ, അത് അടിപൊളിയായിരുന്നു. സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിരുന്നു അതിൻ്റെ. പിന്നെ തീമാണെങ്കിലും എല്ലാം കൊണ്ടും നൈസായിരുന്നു. അങ്ങനെ ടെക്നിക്കലി പറയാൻ എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ, എന്നാലും ഇഷ്ടപ്പെട്ടു. സിറാദ് കാണുന്നുണ്ട്. അത് ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ കോളേജിലെ സാറ് സജസ്റ്റ് ചെയ്ത മൂവിയായിരുന്നു. അപ്പം അത് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല, കാണണം. മൊത്തത്തിൽ അടിപൊളിയാണ്. അങ്ങനെ ഒരു പരിപാടി വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൽ ഇങ്ങനെ ഇൻ്റർനാഷണലി അങ്ങനെ കുറേ മൂവീസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ പങ്കെടുക്കാനും കാണാനൊക്കെ ഒരു അവസരമാണല്ലോ. വേറെയും ഇത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടൂല. അപ്പോൾ അതൊക്കെ തന്നെ വേറെ അങ്ങനെ നല്ല സിനിമകൾ അതായത് നമുക്ക് വിദേശ രാജ്യങ്ങളിലെ നല്ല സിനിമകൾ ആസ്വദിക്കുക, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏത് സിനിമകളാണ് കാണാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ഏത് ജോണറിൽ? മെയിനായിട്ട് ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സിനിമകൾ കാണാനാണ്. അവിടുത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയുകയും ഒക്കെ ചെയ്യാമല്ലോ. ഇതിപ്പോൾ എത്രാമത്തെ തോന്നുന്നത് 4ാമത്തെയാണ്. അധികം മിസ് ചെയ്യാറില്ല. എന്തായാലും മാക്സിമം മൂവീസ് കാണുന്നതാണ് വിചാരിക്കുന്നത്. അതെ തീർച്ചയായിട്ടും.